ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നമുക്കിത് കൂട്ടാം, ഇടിയപ്പം എല്ലാത്തിനും കൂട്ടാം. ഇവിടെ കറി പാകത്തിന് ഞാൻ കട്ട് ചെയ്ത് 1 കിലോളം ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായി കഴുകിയിട്ടുണ്ട്. സവാള നമുക്കൊരു 4 എണ്ണം വേണം, ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇനി മസാലപ്പൊടികൾ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ്. പിന്നെ താളിക്കുന്നതിലേക്ക് കരിവേപ്പിലയും പച്ചമുളകും കുറച്ചുള്ളി, ഒരു 3-4 ഉള്ളി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ സവാളയൊക്കെ നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറി വയ്ക്കാം. കറി വയ്ക്കുന്നതിനേക്ക് ഒരു പാത്രം വെച്ച് അതിൽ 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പച്ചമുളകും സവാളയും ചേർത്ത് കട്ട് ചെയ്ത ശേഷം നമുക്ക് എണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റുക. ഉപ്പ് പാകത്തിന് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം സവാള നന്നായി വഴങ്ങി കിട്ടും. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എങ്കിലും പറയുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ടിട്ടാലും വിഷയമൊന്നുമില്ല, പേസ്റ്റ് ആക്കണം നിർബന്ധമില്ല. നല്ലപോലെ വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി, ഗരം മസാല, മുളക് പൊടി കുറച്ചൊന്ന് ബാക്കി വെക്കണേ, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം, സിം ചെയ്ത് വെക്കാൻ മറക്കരുത്. നന്നായി വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ മസാലക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് ഈ മസാലയിൽ പുരട്ടിയ പോലെ പിടിപ്പിക്കുക. കണ്ടോ, ഇതുപോലെ പുരട്ടിയെടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലപ്പൊടികളൊക്കെ ആ പീസിൽ നന്നായി ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 2 കപ്പോളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഗ്രേവി ടൈപ്പ് കറിയാണിത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വെള്ളം ഒന്ന് തുറന്ന് വെച്ച് തന്നെ 1 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. അടച്ചു മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റോളം ചെറു തീയിൽ വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. കണ്ടോ, ഗ്രേവി കണ്ടോ, അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒരു വേവ് ബാക്കി നിൽക്കുന്നുണ്ട്. കുറച്ച് നേരവും കൂടി, ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്നുകൂടെ വേവിക്കാം. ചെറുതീയിൽ തന്നെ വേവിക്കാൻ ശ്രമിക്കണേ. തീ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേവിയൊക്കെ കരിഞ്ഞു പോകും, വേഗം വറ്റിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശമൊക്കെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, കണ്ടോ. അടച്ചു വയ്ക്കാം, അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് താളിക്കണം. താളിക്കുന്നതിലേക്ക് മറ്റൊരു പാത്രം വയ്ക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം.
ഉള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് കരിവേപ്പിലയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കണ്ടോ, നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം, ഒരു പിഞ്ച്. മുളക് പൊടി ചേർക്കുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്തേക്കണേ. കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിപ്പ് കറിയിൽ ചേർത്ത ഉടനെ നമുക്ക് അടച്ചു വെക്കേണ്ടതുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യാം. കണ്ടോ, വളരെ പെട്ടെന്ന് കൂടിപ്പോയ ഒരു 15 മിനിറ്റ് അത്രയും വേണ്ടി വരുള്ളൂ ഈ കറി ഒന്ന് റെഡിയായി വരാനായിട്ട്. നല്ല സ്വാദോടു കൂടി നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഈ കറി ഒന്ന് പരീക്ഷിക്കണേ.